അപ്പം നമ്മൾ ഇന്നുള്ളത് വനിതാ തിയേറ്ററിൻ്റെ അടുത്താണ്. അപ്പം ഇദ്ദേഹത്തെ മനസ്സിലായി കാണുമല്ലോ, നേരത്തെ നമ്മളെ കങ്കുവയിൽ സൂര്യ സാറിൻ്റെ വേഷം ചെയ്ത ആളാണ്. ഇപ്പം എന്തേ അല്ലു അർജുൻ്റെ വേഷത്തിൽ വന്നു. അദ്ദേഹത്തിൻ്റെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ചങ്ക് ബ്രോ, പേര് പറയൂ. അഭിലാഷ് ചട്ടാനിക്കര. എടുത്തു പറയണം. ഇത് നമ്മളെ നിഷൈഡിക്ക്, ഇത് അഭിലാഷ് ഷാട്ടയം, കലാഭവൻ. ഫുൾ നെയിം പറ. കലാഭവൻ വിട്ട് കളഞ്ഞോ? അതെ, നമ്മളെ ബോച്ചേട്ടൻ വരൂ. അപ്പം എല്ലാവരും ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം പുഷ്പണ്ണനോട് തന്നെ ചോദിക്കാം. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളിൽ ഭയങ്കര ഒരു വെറൈറ്റി ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഓരോ ഇതായിട്ടാണ്. ഞാൻ നേരത്തെ പെരേരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും വൈറലാവണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആ കഥാപാത്രമായി മാറി വരണം എന്ന് ഞാൻ പലപ്പോഴും പെരേരോടും ആട്ടയത്തോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ 2 വട്ടം വന്നു, എല്ലാം ആപ്റ്റായിട്ടാണ് വന്നേക്കുന്നത്, ഒന്നിനൊന്ന് എന്തോ മെച്ചമായിട്ട് വന്നേക്കുന്നത്. അപ്പം എന്താണ് അതിൻ്റെ ഒരു സിനിമയോടുള്ള അഭിനയത്തോടുള്ള ഭ്രാന്ത്. സിനിമ അഭിനയിക്കണം എന്നാണ് താല്പര്യം, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡെഡിക്കേഷനായിട്ട്. അപ്പം മറ്റുള്ളവർ എന്ത് പറയും, തിയേറ്ററിൽ വരുമ്പോൾ ചിലരൊക്കെ കോമാളി എന്ന രീതിയിൽ കളിയാക്കും. ആ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാറില്ല. അങ്ങനെ വേണ്ട കാര്യങ്ങളാണ്. പ്രിയ ചേച്ചി അറിയാം, ഒരു ഫാനാണ്, അറിയാത്തവരില്ല. അപ്പൊ എന്നാന്നറിയോ, അല്ലു അർജുൻ കാണണം. അതേപോലെ തന്നെ എന്നെ ഞെട്ടിച്ച ഒരാളാ, എന്നോട് ഫോണിലൊക്കെ സംസാരിച്ച് അടുത്ത് വന്നപ്പോ ഞാൻ ഞെട്ടിപ്പോയോ. ചേട്ടാ എന്തുവാ പേര്? ഞാൻ നിങ്ങളെ ഫോണിൽ മാത്രമേ പരിചയമുള്ളൂ. പേര് നിഷാദ് കല്ലി. നാട് മലപ്പുറത്താണ്. അപ്പം ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാൻ ജോലിയാണ് ഉദ്ദേശിച്ചത്. ഞാൻ മാരിയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ എത്ര വയസ്സുണ്ട് അപ്പൊ ചേട്ടന്? എത്ര വയസ്സുണ്ട്? വയസ്സൊന്നും ചോദിക്കാൻ പാടില്ല. ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അല്ല, എന്താണെന്നറിയാം, അത് വയസ്സ് ചോദിക്കാൻ അല്ല, അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. വയസ്സ് ചോദിക്കാൻ കാരണം ഏത് ബോച്ചയോടുള്ള ഒരു ഇത് ഏത് പ്രായത്തിലാണ് തോന്നിയത് എന്ന് ചോദിക്കാനാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ ഈ ഒരു ഫിഗർ ഉണ്ടെന്ന് ആരെങ്കിലും മറ്റൊരാൾ പറഞ്ഞിട്ടാണോ? സ്വയം തോന്നിയാണ്. അപ്പം ആക്ടിങ് മീശ വെച്ചിട്ടാണ് നടക്കാറ്. അപ്പൊ ഷേവ് ചെയ്തപ്പോൾ പൊടിയും ഇതൊക്കെ ഇട്ട് ഇങ്ങനെ കോസ്റ്റ്യൂം ചെയ്താൽ കൊള്ളാന്നുള്ളൊരു ഇത് വന്നു. തിരിച്ചറിവുണ്ടായതിനു ശേഷമാണോ ഈ ഹെയർ ഒക്കെ ഇങ്ങനെ? അല്ലല്ല, അത് ചെറുപ്പം മുതലേ. ഞാനൊരു കാര്യം പറയട്ടെ, നിഷാദിനെ കുറിച്ച് പറയാം. നിഷാദ് വർഷമായിട്ട് നമ്മുടെ സുഹൃത്താണ്. ഒരുപാട് സിനിമകളുണ്ട്. മമ്മിക്കയുടെ പടത്തിലേക്ക് നല്ല വേഷം നായകനായിട്ട് വരെ എത്തിയിട്ടുണ്ട്. പിന്നെ ബോച്ചയായിട്ടുള്ള സംഭവത്തിൽ ഈയിടെ ബോച്ചനെ കാണാനുള്ള ഭാഗ്യമുണ്ട്. ബോച്ചയായിട്ട് നല്ല സൗഹൃദത്തിൽ മുന്നോട്ട് പോകുന്നു അല്ലേ? ഇദ്ദേഹത്തിന്റെ വീഡിയോസ് എല്ലാം പക്ക സ്റ്റാൻഡേർഡായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നെഗറ്റീവിലൂടെയും പോസിറ്റീവിലൂടെയും എന്ന് പറയുന്നത് നെഗറ്റീവാണ് ആളുകൾക്ക് കൂടുതൽ എനർജി കിട്ടുന്നത് അല്ലേ? കാരണം ഇപ്പോൾ കാണുമ്പോൾ ഒറിജിനൽ ലുക്കാണ്, ബോച്ചയാണെന്ന് ഓർത്തു ഇല്ലേ നിഷ? ഞാൻ ഞെട്ടിപ്പോയി. എന്നോട് ഫോണിൽ സംസാരിച്ച് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്തായാലും ഒരു വെറൈറ്റി എല്ലാവർക്കും. അതെ, സന്തോഷം, ഒരുപാട് സന്തോഷം. കാരണം ഒരു കാര്യം കൂടെ, ഈ ആളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്, ഇത് എന്റെ ഫ്രണ്ട് ഷാരങ്. ഒരുപാട് ഇപ്പൊ നമ്മുടെ പടത്തില് ഞങ്ങള് ഒരുമിച്ച് ചെയ്തായിരുന്നു. തഗ് എന്ന് പറഞ്ഞ മൂവിയിൽ നല്ലൊരു വേഷം ചെയ്യാൻ പറ്റി അല്ലേ? അപ്പോൾ നമുക്കൊക്കെ ഒരു പോസിറ്റീവ്. അതെ, അത് സ്വാതന്ത്ര്യ അർദ്ധരാത്രി സിനിമയിൽ വിനായകൻ ചേട്ടൻ ചെയ്ത റോളാണ് അഭിലാഷ് ചേട്ടൻ ചെയ്യുന്നത്. ഇതൊരു ബ്ലോഗറാണ്. ഞാൻ ഷാരങ്ങിനെ പരിചയപ്പെടുന്നത് ഞങ്ങളൊരു യൂണിവേഴ്സിറ്റി വെച്ചാ. യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ കത്തനാരിന്റെ അകത്ത് കാപ്രീസിന്റെ അകത്താണ് അല്ലേ? പുള്ളി ടീംസ് കലാഭവൻ ഒരു ക്യാമറാമാനാണ്, ആട്ടായത്തിന്റെ കട്ട സുഹൃത്താണ്, നല്ലൊരു കലാകാരനാണ്. അപ്പൊ ഇത്രയും സത്യം സത്യം പറഞ്ഞാലേ എല്ലാരും വനിതാ വിനീത എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരുപാട് നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണ്. പക്ഷെ അവിടേക്ക് പോസിറ്റീവായിട്ട് അങ്ങോട്ട് നിൽക്കുമോ, പോസിറ്റീവായിട്ട് വന്ന ഞാൻ കണ്ടത് ഈ 2 വ്യക്തികളാണ്. ഇവർ രണ്ടുപേരും നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമോ? നിങ്ങൾ രണ്ടുപേരുമാണ് ഏറ്റവും പോസിറ്റീവായിട്ട് വന്ന ആത്മാർത്ഥതയോടെ നിങ്ങളെ കഴിവ് എന്താ പറയുക സിനിമയിലേക്ക്. ബാക്കി പെരേരയ്ക്ക് സിനിമ ആഗ്രഹം ഉണ്ടെങ്കിലും പെരേര ആ രീതിയിലല്ല വന്നത്, വേറെ രീതിയിലാണ്. പക്ഷെ അവനും ഒരു കഴിവുണ്ട്. പക്ഷെ നിങ്ങൾ വന്നത് വേറൊരു ലെവലിൽ. ഏതൊക്കെ പടത്തിൽ അഭിനയിച്ചു? ഞാനും നീ അഭിനയിച്ചിട്ടുണ്ടോ? എത്ര പടം? അതെ, RDXലൊക്കെ പരിചയമുണ്ട്. പിന്നെ നമ്മളെ കാണിക്കാത്ത. അതെ, ആട്ടായത്തിന് എന്താ പറയാനുള്ളത്? നല്ലതാണ്. ആട്ടായത്തിന്റെ 2 സുഹൃത്തുക്കളാണ്. ചില കമന്റുകൾ ഞാൻ ശ്രദ്ധിച്ചു. അത്
മറ്റുള്ളവരെ പോലെ കോമാളി അല്ല, ഇവന് കഴിവുള്ള പക്കയാണ്. ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് ഒക്കെ. എപ്പോഴും സൂര്യന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതിലൊരു ഉള്ളിന്റെ ഉള്ളൊരു ആക്ടർ ഉണ്ട് കേട്ടോ. അതായത് ആ ഡയലോഗ് അന്ന് വന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലായി ആ രീതി തന്നെ. ആണെങ്കിലും അതെ ഉള്ളിന്റെ ആക്ടർ അഭിനയിക്കാൻ അറിയില്ല, പക്ഷേ പുള്ളിക്കല്ല അറിയാം. അങ്ങനെ പറയരുത്. നായകനാണ്, അത് ഭാഗ്യം കൊണ്ടാണ് അല്ലേ. എന്തായാലും സന്തോഷം കേട്ടോ, എല്ലാരും ഒരുമിച്ച് പ്രിയ അല്ലു അർജുൻ കാണുന്നവർ ഷെയർ ചെയ്യണം. ഞാനും പിന്നെ നേരിട്ട് പോയി ഇന്ന കൊല്ലോന്നുള്ള പേര് അല്ലു അർജുൻ. അപ്പൊ നമ്മുടെ നിഷ ഇടുക്കി, നിഷയുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാം 1001 ഗ്രൂപ്പുകൾ ചെയ്യുക. അപ്പൊ പുതിയ പ്രൊജക്ടുകൾ വരുന്നുണ്ട് കേട്ടോ, 1-2 പ്രൊജക്ടുകൾ വരുന്നുണ്ട്. ഒന്നും പറയുന്നില്ല. ഒരു സിനിമ അവരുടെ മനസ്സിലുണ്ട്, അതിന് എല്ലാവിധ ആശംസകളും. സിനിമയാണോ ആദ്യം? താങ്കൾ അതിൻ്റെ അകത്ത് നല്ലൊരു വേഷം ചെയ്യുന്ന സന്തോഷം, ഇവര് പറഞ്ഞു, അതിന് സന്തോഷം. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും, അപ്പോൾ എല്ലാവരും വന്ന് അല്ലു അർജുൻ്റെ സിനിമ കാണുക. പുഷ്പ 2 അടിപൊളി.